എന്നാക്കുന്നേ തോണി മരിക്കുന്നേ വീണ്ടും മനുഷ്യൻ മാമ്പിലേക്ക് എത്തട്ടേനിപ്പോ എവിടെ പോന്നെന്ന് പറയാ. ആ ഇന്നലെ കിട്ടിയ 8 അപ്പൊ 6 ചെമ്പല്ലി ഉണ്ട്. അപ്പൊ ഇന്ന് ബാക്കി കുറച്ച് രാവിലെ വലിച്ചാവല്ലേ ഇന്ന് നല്ല കിട്ടില് ചെമ്പല്ലി ബിരിയാണി ആക്കാൻ വേണ്ടി. സംഭവം വെച്ചാല് 5-8 ആള് മുകളിലുണ്ട്, 10 ആളായിട്ടുണ്ട്. അപ്പൊ ഇന്നലെ 6 കിട്ടിയില്ല രാവിലെ. ഇന്നലെ തന്നെ വലിച്ച കൂടാ കേറുമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ തന്നെ കൂടെ വലിച്ചാലേ ഒരു നാളെ കൊണ്ട് കിട്ടിയില്ലേ ബിരിയാണി ആക്കാം 10 ആക്ക്. അതാ ഉദ്ദേശം കിട്ടുമെന്ന് അറിയില്ലേ. കൂടി വലിക്കുന്നത് നേരെ കട്ട് ചെയ്യുന്ന ബിരിയാണി വെക്കുന്നു. അതന്നെ അത്രേ ഉള്ളൂ. ചെമ്പല്ലി ബിരിയാണി കിട്ടിയാ ഇല്ലേ കാണും. അംബാസ്ക നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന അംബാസ്ക മുഖം പൊത്തി അംബാസ്ക വേഗം. ഇത് കുഞ്ഞിക്കൂടാ. ഇത് കുഞ്ഞിക്കൂട് വലിക്കില്ല രാവിലെ. നാലെണ്ണം കൂടി ഉണ്ടെങ്കിൽ വേഗം നമ്മുടെ സ്വന്തം കുഞ്ഞിക്കൂട്. ഇന്നലെ ഇട്ട ഇതാണ് കൂടാതെ ഇന്ന് വീണ്ടും വിളിക്കുന്നത്. നോക്കാലോ നമുക്ക് എന്തും കൊണ്ടുപോക്കാലോ. നോക്കാം നമുക്ക് ഒരു ദിവസം കൊണ്ട് കേറുന്നില്ലുണ്ടാവില്ല ചിലപ്പോ. പിന്നെ ഉണ്ടാവും ഞാൻ പറഞ്ഞ ഉണ്ടാവുന്നു. പിന്നെ യോപ്പ നോക്ക് നിങ്ങ കൂടുതൽ നിറച്ചിരുമീന് യോപ്പ അതാ പെരടിക്കേക്ക് വെക്കുന്ന ഇരുമീന്. പിന്നെ അല്ല പിന്നെ പൗസാക്കിനെ കൊണ്ട് തോണി വെറുക്കാൻ വേണ്ടി പോയാ മതി നിങ്ങളെ. ഈ ചങ്ങ ഒരു കയ്യിലെ കൊണ്ട കൊമ്പരി എന്തിന് വീടെടുക്കുന്നു. ഓരോന്നോരോന്നെ പിടിച്ചോ പിടിച്ചോ. രാവിലെ നമുക്കിന്ന് വേണ്ടുന്നത് ചെമ്പല്ലി, കിട്ടിയത് ഇരുമീന്. ചേഞ്ച് ആക്കാൻ തോന്നുന്നു. ബെറ്റ് ഓരോ സാധനം ഇരുമീനെല്ലാം കൊണ്ടിട്ട് ഇട്ടെ. ഇല്ല നല്ല സൈസ് കരിമീൻ മസ്റ്റ് വിളിക്ക് നമ്മുടെ നമ്പറിൽ. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? 3 ചെമ്പല്ലി അത് അത്യാഗ്രഹല്ലേ. നമ്മുടെ രണ്ടാമത്തെ കൂട്ടിൽ കിട്ടിയിരിക്കുന്ന സാധനം കിട്ടിട്ട് നോക്കണേ. 2 ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. രാവിലെ ഇന്ന് ബിരിയാണി ആക്കേണ്ട സാധനം കിട്ടിയിട്ടുണ്ടേ. ബിരിയാണി ആക്കേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. സമ്പല വരട്ടെ കേട്ടെ. വന്നിട്ട് അങ്ങനെ ചെമ്പല്ലി അടുത്ത് പോയാ. ഇന്ന് 2 ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയാവില്ലേ, ഇന്നലെ വൈകുന്നേരം നിങ്ങൾ വന്ന് വലിച്ചു തന്നു. രാവിലെ ആകുമ്പത്തേക്ക് വീണ്ടും 2 വന്ന് കയറി. അപ്പൊ സംഭവം നോക്കിയാ കുളിപ്പിച്ച് നല്ല കിടിലം പോലത്തെ ചെമ്പല്ലി വേണമെങ്കിൽ ഇതാ വന്നോ വല്ല കൂട് മേടിച്ചോ. ഇരുമിന് ചെമ്പല്ലിയോ ഒന്നും പറയാനില്ല. മീൻ എടുക്കാൻ പോലെ വാ ഇതാ അവിടാ വരുന്നുണ്ടേ. മീമിന്റെ ആള് വരുന്നുണ്ട്. നടന്നോ ആ മീൻ വാങ്ങാൻ വന്നോ. ഓർത്തു പറഞ്ഞ മീമി ഓർത്തു പടക്കുന്ന മീമിനെ കണ്ട. മീമി ഓർത്തു ആ മീമിനെ ഓണിച്ച് മാമനെ എടുക്കുന്നു. ഓർത്തോ നോക്കിയ മീൻ നോക്കിട്ടെ. മീമി ഓർത്തു നീട്ടാ ഇതാടാ ബീബി ഇതാടാ. ഇപ്പൊ കണ്ടിരുന്നേ. എന്നാ വപ്പു പോലെ വാ. അംബാസ്കല ഫുള്ള് പ്രാവിനെ കൊണ്ട കളിക്കുക. റപ്പ് ഇതെല്ലാം കാണുന്നുണ്ട് നീയല്ലോ. ഏത് എല്ലാവർക്കും കയറി. ഇത് പൂച്ചേന്റെ വൈബ് വേണ്ടുന്നത്. ഞാൻ ധർമ്മം ചോദിക്കുന്നേ പ്രാവിനോട്. എന്നാ ആ കൈമിൽ ഇത് വെക്കൂ. അമ്മഞ്ഞൊക്കെ പാർപ്പിച്ച് പ്രാവിനെ പാർപ്പിച്ച് അയ്യോ ഇപ്പൊ തെറിച്ച് വീണ്. അത് മരണത്തെറിയാണ്. അംബാസ്കി ക്ലീൻ ആക്കുന്ന ജീവൻ കൊടുക്കട്ടെ. എന്തുണ്ടോക്കട്ടെ ജീവൻ ഉണ്ടോക്കട്ടെ. നോക്കൂ ഇപ്പൊ ഒന്ന് എയർ എടുക്കാൻ വേണ്ടി എണീച്ചിട്ടാ എല്ലാം തെറിക്കാൻ വേണ്ടി എണീച്ച്. മമ്മക്ക് റിങ്ങണാകുമ്പോ ചൂട്ടാച്ചും കിട്ടിയാ പല പോലത്തെ
അത് തവളയാ. മമ്മിനിക്കാക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആർക്ക് എന്ത് കിട്ടിയാലും മമ്മിനിക്കാക്ക് കിട്ടും. നോക്കി ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴേക്കുണ്ട് ഓരോല്ലുണ്ടല്ലേ കരിങ്കലായി പോയാ അതാ പടക്കുന്ന അത് ചെളിക്കിലാട്ടം മറ്റേ വയറ് പറഞ്ഞു. എന്നാ പിന്നെ ഓക്കെ. നമ്മളെ കൂട്ടില് ഇന്നലെ ഇന്നായിട്ട് കിട്ടിയ മീനെ കണ്ട ഇതാ സാധനം. ആരും ഫ്രിഡ്ജിൽ കിടക്കുന്നുണ്ട്. ഇതാക്കിട്ടെ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ കൂട്ടി കിട്ടിയ മീനാ നോക്കിട്ടെ. എല്ലിച്ചമ്പല് തെറുക്കുന്ന ചമ്പല് രണ്ടെണ്ണത്തിന് തെറിയില്ല. രണ്ടെണ്ണം ഇപ്പൊ കിട്ടിയോണ്ടല്ലോ. ഇനി ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ തെറുക്കോ. ട്രിപ്പിടേണ്ടി വരും. കൈയോടെ വൃത്തിയാക്കുന്ന പിന്നെ രാവിലെ നേരത്തിണ്ടല്ലോ കത്രിക എടുത്തോ. കത്രിക അതല്ലേ കണ്ണ് കാണുന്നില്ലേ രാവിലെ. അപ്പൊ തെറുക്കുന്ന ഇരുമീനെ പിടിച്ച് ബിരിയാണി ആക്കാൻ വേണ്ടി പോയെന്ന് നോക്കിട്ട് എന്നിട്ട് ബായി നോക്കുക കേട്ടോ. നിങ്ങത്തെ തെറിക്കുന്നതിന് പിടിച്ചിട്ട് തന്നെ ഇരുമീനാക്കണം. അല്ല ബിരിയാണി ആക്കണം. പറുപറയെ മാറ്റുന്ന സാധനം അല്ലേ ഇത്? പുതിയ സാധനം. ഞാൻ അയച്ച കൈമ നടകാത്ത മാന്തി ഇറച്ചിടക്കം പറിച്ചക്കല്ല പുതിയതായിട്ട്. രാവിലെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. വൃത്തിയാക്കിട്ട് കാണാം. ഓക്കെ. ഇനി ബാക്കിയുള്ള ആളെല്ലാം വിളിക്കണം ഇങ്ങോട്ട്. എല്ലാരും വരാണ്ടത്രേ. പിന്നെ ബിരിയാണി ലോഡ് വരാണ്ട് ഇത് പണിയുടെ പ്രവർത്തകർ. ഇനി ബാക്കിയുള്ള പണിയുടെ അത്ര തിരിച്ചെല്ലാം വരാണ്ട്. ഇവിടെ പോയി കൂടി ഉറങ്ങുന്നുണ്ടാവും. കൊക്ക് പുതിയ കൊക്ക് ഉണ്ട്. കൊക്ക് കൊക്ക് എന്നാ പിന്നെ ഓക്കെ. ചെഞ്ചോപ്പുള്ള ചെമ്പല്ലി അതന്നെ പറയുന്ന ഭയങ്കര അച്ഛന്നല്ലത്. നല്ല വലിയ ചൂളിയാണ്. നീ ഭയങ്കര ഷെഫാന്ന് നിർത്തി. ഇന്നാണ് ക്യാമറ കത്തിക്കോ. ഇനി വെറുതെ തെറിപ്പിക്കുന്ന ആളായിട്ടുണ്ട്. യോ ആരോ വന്നിട്ടുണ്ട്. യോ ഗ്യാപ്പിലേ കാണുന്നു. സ്കൂളിൽ പോവാണ്ട് എന്താ പരിപാടി എന്ന് അറിയണ്ടേ? എന്ത് സ്കൂളില്ലാത്ത അതമ്മയാ അതെന്ത് സംഭവം? ഓക്കെ ഓക്കെ. തല ഓക്കെ. കടിക്കാനാ പല്ലോക്ക് വീടെടുക്കണ ചെമ്പല് കടിച്ച് 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 കണ്ണു മൂക്കിലില്ലാണ്ട് കടിച്ച് സമാധാനത്തിന് നല്ല കടിവുണ്ടല്ലേ. അതിന്റെ ബായി കൊണ്ടുപോയി ആരും കൈവെക്കോ? എല്ലാം കൂടി ഭാര്യ കൂട്ടിട്ട് ഇനി മുളകലിട്ടിട്ട് പിടിപ്പിക്കണം. ഇനി അരി തടുപ്പാ പറ്റുന്ന അരി പറ്റുന്ന കുറച്ച് ചൂളിയെല്ലാം പോയിട്ട് അതുകൊണ്ട് ഇങ്ങനത്തെ സാധനത്ത് വരും. മള്ളേക്ക് ഇതെല്ലാം പഠിപ്പിച്ചേർന്നാ അല്ല ചൂളി പോകുന്നുണ്ട് ഇപ്പത്തെ സൈഡിൽ കൂടി. പോട്ട് 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 ഇത് സിസ്റ്റം കൊണ്ടുപിടിച്ച തെറിപ്പിക്കലാന്ന് ചേക്കായി ബാധി അരി വാറ്റിയത്. രാവിലെ സാധനം നോക്കിട്ടാ നല്ല പീസാക്കി മുറിച്ചിട്ട് രാവിലെ തെറിക്കുന്ന ചേട്ടത് നല്ല ചെമ്പലിന്റെ പീസായി നോക്കിട്ടെ. ഇങ്ങനെ നല്ല മസാലയിലിട്ട് പിടിപ്പിച്ചിട്ടാവല്ലേ നല്ല പൊരിച്ചെടുത്തിട്ട് നല്ല മീൻ മസാലയിലിട്ടിട്ട് ആദ്യം ദം ചെയ്തെടുത്ത ദം ബിരിയാണി. എന്നിട്ട് ഒരു കോണം ഉണ്ടാവില്ല. എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് സാമ്യ സാമ്യേ. അപ്പൊ സംഭവം രാവിലെ സെറ്റായി. ഇനിയിപ്പോ മസാല പിടിപ്പിക്കണം. ഇനി നമ്മളിപ്പോ ഇന്ന് ഷെഫ് ഉണ്ട്. ഷെഫ് ദിൽഷാദ് നാട്ടിലെത്തിയിട്ടുണ്ട്. ദിൽഷാദ് പറഞ്ഞു ഞാൻ ബക്കാറുണ്ട് ഞാൻ എല്ലാം ഞാനാന്ന് പറഞ്ഞു എല്ലാം നീ എടുത്തോ പൈസ നീ തന്നെ. അപ്പൊ സംബന്ധം കുറെ ആൾക്കാരെല്ലാം വരണ്ട്. നമ്മുടെ ടീമെല്ലാം ഉണ്ട്. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഇന്ന് 10-15 ആളെ പരിപാടിയാണ്. 15 ആളെ ഇതിനെക്കൊണ്ട് ഫസ്റ്റ് ഡേ സ്റ്റോക്ക് കൊണ്ട് ഞാൻ ഫസ്റ്റ് ഡേ സ്റ്റോക്ക് കൊണ്ട് എന്തായാലും എനിക്ക് കിട്ടുന്ന ഉറപ്പാണ്. അപ്പൊ സംബന്ധിച്ചാൽ നേരെ വീട്ടിൽ പോയി ചാണിക്കണം കുളിക്കണം വരണം രാവിലെ. എന്നിട്ട് നമുക്ക് ബിരിയാണി ചടങ്ങിലേക്ക് കിടക്കാം. ഓക്കെ ടിക്കെ വാ. അല്ല ഞാൻ ചോദിക്കട്ടെ നീ എന്തിനാ ഇതെല്ലാം മെനക്കെടുന്ന്? ഇന്ന് ഞാൻ ഒറ്റക്ക് ബിരിയാണി ഒന്നുണ്ട് രാവിലെ. നല്ല സൈതാന്റെ ഉള്ളിലുണ്ട് രാവിലെ.
നമ്മള് കണക്കില്ലാത്ത ആദ്യത്തെ ബിരിയാണി. എന്നാ വിട്. ഓക്കെ ടീക്കെ ഷട്ടാക്ക്. ഉതിരിയാ പോയി പാക്കറ്റും കെട്ട് മസാല ഒക്കെ തുടങ്ങിയാവൂലേ? മസാല ഒക്കെ തുടങ്ങി. സ്പെഷ്യൽ ഷെഫിനെ കൊടുത്തിട്ടുണ്ട്. ഓർത്ത് എവിടെ? ഓ മൈ ഗാഡ്, നീല. പക്ഷെ എല്ലാം കള്ളാസ്പതിയാണേ. കള്ളാസ്പതി മാറൊന്നുമില്ല. നമ്മളത് വിട്ട് കളിയിലല്ല. നല്ല കളർഫുൾ ഇല്ലേ രാവിലെ? നോക്കറ ഞാൻ കാണുമ്പോ ആഗസ്റ്റഞ്ചൂരില്ലേ? കളറായിട്ട് ആടെയുള്ള കുഞ്ഞിനെ പഠിപ്പിക്കില്ല. കുട്ടിക്ക് നമ്മള് സ്നാക്സ് പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലേ. ഇങ്ങനെന്താക്കുന്നു? കുലുക്കുന്നു. അയ്യോ ഇതെന്താണ്? ഒന്നുമില്ലല്ലോ, നീരൊന്നുമില്ലല്ലോ. കാണുമ്പോ നിങ്ങളെ വായിന്ന് വെള്ളം വരുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? കെറ്റിലാണ്. K for kettle. Come on, Aishu. You're not supposed to hide behind me. Come on, Aishu. ഇതാണ് നമ്മുടെ ഐഷു. Aishu is waiting for the biryani, but she prefer mandi all the time. But today she would like to have some biryani. കുട്ടി ഇംഗ്ലീഷിൽ കരയാണ്. ഇംഗ്ലീഷ് തോപ്പിച്ചിട്ട് കുഞ്ഞിനാ. ഇത് മറ്റേ സൈഡിലെല്ലാം മുള്ളുണ്ടാവിനെ. കുത്തി കുത്തി കയറും അത്. സ്മെല്ലടാ. വെളിച്ചെണ്ണ വെച്ചിട്ട് ഓ അരി ഇളക്കുന്ന രാഹുൽ. ഇത് റൂഫിന്റെ വരെ പ്രാവശ്യം തീറ്റ കൊടുക്കുന്ന. എനിക്കത് അറിയില്ലടോ. കൈ നോക്കണേ രാവിലെ തലയിട്ട ബിരിയാണി. അതെ വെറൈറ്റി സാധനം. തലയിട്ട ബിരിയാണി. ഫസ്റ്റ് ഇംഗ്ലീഷിൽ എന്താ പറയല്? ഇതിനാണ് ഇംഗ്ലീഷിൽ മീന്റെ തല ചെമ്പലിന്റെ തലയിൽ ഇട്ടിട്ട് ആ തല പുഴുങ്ങിട്ട് ആ വെള്ളത്തിലായിരുന്നു ബിരിയാണി വെക്കാൻ. ഞാൻ പറയുന്നത് ഗോവ എങ്ങനെയുണ്ട്? ഇതാ നമ്മളെ ഗോവട്ടാ. സെറ്റ് ഗോവ. ഗോവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ 1.5 ഗോവയാണ്. ഇത് കഴിഞ്ഞ ഹൗസ് വെച്ചിട്ട് ഒറ്റ കടത്താം. ഗോവേ. This is a biryani. Actually, you will never ever gonna taste. Actually, see this kind of this head pieces. Actually, while we are boiling the rice, actually this is going to be fantastic. That those kind of flavors will be there in the rice, and that is the reason we are just preparing it. This is a rare kind of old traditional cooking style. അതാണ് ഓൻ പറഞ്ഞ സാധനം. അതെന്താന്ന് പറഞ്ഞത്? അത് ഓൻ പറഞ്ഞതാണ് എനിക്ക് ആക്കുന്നത്. അതല്ലേ അവസാനം ഏറിക്കാറോ. പാനിപ്പൂരിന്റെ വെള്ളമായിട്ടുണ്ട്. മീനൊന്നും കാണുന്നില്ല. തലയിൽ അലിഞ്ഞു പോയി. എന്താ അതിന്റെ ഇറങ്ങുമ്പോ ഇനി പൊരിക്കാൻ ഗ്യാസ് ഇല്ല. പൊരിക്കാൻ ഗ്യാസ് ഉണ്ട്. പക്ഷെ രണ്ടെന്നാ വേഗം ഒപ്പരാവുമല്ലോ. ഇതൊന്നാണ് നമ്മുടെ കളി. ഇന്ന് എന്തെല്ലാം വെറൈറ്റി ഫിഷ് ബിരിയാണി. ചങ്ങായി സാധനം വരുന്ന മൊത്തം സോഫയിലല്ല. അർഷു ഒളിച്ച്. ഇതാണ് എടുത്തൊരു സെറ്റപ്പ്. ഓക്കെ ഷാനു ഇരിക്കാനായിട്ട് വന്നിട്ടാ. മാത്രം പണിയെടുക്കുന്ന ഒരു പരിപാടിയിലെ ബായിനെ കൊണ്ട് അവല് വെക്കല് മാത്രമേ നടക്കൂ. വേറെ ഒന്നും നടക്കൂല. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടേ ഇങ്ങനെ ബാക്കിലേ വന്നിട്ട് ഇങ്ങനെ പോണ നോക്കാൻ എന്ത് വൈബ് ഉണ്ട് ഞാൻ വിചാരിക്കുന്നു. എന്തെന്ന് തിരിച്ച് നമ്മളെ വിളിക്കാണ്ടാക്കുന്നു. ഇതാണ് ആ കുക്കറിൽ നമുക്ക് പൊരിക്കണ്ട്. ബാക്കി നമുക്ക് മസാല വരുന്നതാണ്. പിന്നെ ചെമ്പല് വെച്ച് പൊട്ടി പോകും. നോക്കട്ടെ പൊട്ടുന്നാണ്ട്. ഇല്ല പൊട്ടാൻ നിക്കൂല. നമ്മള് പൊട്ടാൻ വിടില്ല.
എനിക്ക് ഇഷ്ടമാകുന്നില്ല ഇതൊന്നും. എനിക്ക് ഇഷ്ടാവില്ല സമയേ. ഇങ്ങനെ തന്നെ എന്തെന്നാ ആക്കുന്നില്ല, എനിക്കൊന്നും തിരിയുന്നില്ല നിങ്ങളെ കളി. ഇന്നൊരു രക്ഷയില്ല, ഇന്ന് ഭയങ്കര ആളുണ്ട്, ഭയങ്കര ഒച്ചപ്പാടുപ്പ് ഇവര്. ഇന്ന് നല്ല ചെമ്പല്ലി ബിരിയാണി. ചെമ്പല്ലി ബിരിയാണി നോക്കിയാട്ടെ മസാല ആവട്ടെ. ഇതിന് പ്രത്യേകിച്ച് മസാല ഇടണ്ടല്ലേ. നോക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇത് കാണിക്കാൻ പറഞ്ഞ അതിനിടയ്ക്ക് ലൈവും പോയി പോയി. എന്താന്ന് പച്ചമുളക് ഇതെന്താ ഇത്? പാനി എവിടെ ആകുമ്പത്തേക്ക് വന്നിട്ടാ ഇല്ല, ഇത് നമ്മള് ഉപ്പണ കുറച്ച് വേണ്ടി വരും ചോറും കൂടി സെറ്റ് ചെയ്തൂടെയോ? നല്ല രസമുണ്ട് കാണാൻ. രാവിലെ നോക്കണം ഇതിലും കൂടി ഇട്ട് നോക്കുമ്പോണ്ടല്ലോ ഞങ്ങൾക്ക് ദോശയും ഇതും മതി. ഇതിനകത്തൊരു കഷ്ടം പോലും നീ നടത്താം ഒന്നുമില്ല. ഞാൻ ചിലപ്പം അതിർത്തി മാറിപ്പോയി. നേരത്തെ കരഞ്ഞിട്ട് പോയ ആള് വീണ്ടും വരുന്നുണ്ടേ. കരയാതെ വന്നിരിക്കുന്നുണ്ടോ? ബിരിയാണി പറഞ്ഞിട്ട് നിക്കാനിരിക്കാനും വിടുന്നില്ല. പേർക്കൊന്നും ചോറും വയ്ക്കുന്നില്ല. ബിരിയാണി വേണമെങ്കിൽ നടക്ക്. ഐഷുവിന് ബിരിയാണി. വെൽക്കം ടു ഗോവ. ലുക്ക് അറ്റ് ദാറ്റ്. നോക്ക് എങ്ങനെയുണ്ട് ഐഷു? എങ്ങനെയുണ്ട് പറ. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നത് ഇങ്ങനെ അടിപൊളി. ഓയൽ അരിട് പീടിന്ന് വാങ്ങിട്ട് പാക്കറ്റ് അങ്ങനെ എടുത്ത് ഇടുന്നതായിരിക്കല്. കഴുകിയിട്ട് വേറെ പാത്രത്തിൽ ഇത് കെട്ടി വെച്ചാൽ എന്താ വേണം. മീന്റെ തല പുഴുങ്ങിയിട്ടില്ലേ ആ വെള്ളം, തല പൂങ്ങിയ പാനിപ്പൂരി വെള്ളം, പാനിപ്പൂരി വെള്ളം ഒഴിച്ചെടുക്കാം. എങ്ങനെയിരിക്കുന്നുണ്ടാ എന്നാ അങ്കമ്പാടിയാ വേക്കല്. 3 കപ്പ്. ഇത് മല്ലിച്ചപ്പ് പുതിയനാ. മല്ലിച്ചപ്പ് പുതിയനാ. ഇനിയിപ്പോ എന്താ പരിപാടി? ഇതാ മസാലയൊക്കെ നമ്മളെ ചോറിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്താന്നേ അതിലേക്ക് നമ്മള് മല്ലിച്ചപ്പ് പുതിയന ലേശം ഉണ്ടാവൂലേ. ലേശം ഗരം മസാല കാണുന്നില്ല. വീഴുന്നുണ്ട്. അത്ര ഇല്ല അതോണ്ടാവും. ലേശം നെയ്യും കൂടാ. നെയ്യും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ മൂടാണ്. രാവിലെ ദമ്മൂട്ടിക്കണേ. പൊട്ടി മാറ്റി വെക്കാറാവല്ലേ? കൊണ്ടുപോകാനല്ല. അല്ല പിന്നെ ചോറ് എല്ലാം മിക്സ് ആവും. എല്ലാം മിക്സ് ആവല്ലേ? എല്ലാം മിക്സ് ആവാൻ നമുക്ക് ഇഷ്ടമല്ല. കുറച്ച് വെള്ളച്ചോറ് ഇട്ടിട്ട് കണ്ട മസാലയാണ് മസാല. ആ ചോറും കൂട്ടി ഒരു പിടിയാ പിടിച്ച പമ്പ കിടക്കും. ഒരു രക്ഷയോ തട്ട് നിൽക്കുന്നു. എന്തോ മന്ത്രം ചൊല്ലുന്നുണ്ട്. ഓ മൈ ഗോഡ്. കുഞ്ഞ് പരി നോക്കുന്ന വന്ന് അത് പച്ചടി വേണ്ടോ അടി അടി. ഓരോരാൾ അടിക്കുന്ന ഓരോരാൾ ടൈമിങ് നാപ്പ എല്ലാരും ഇരിക്കും വരണ്ടേ ഇറക്ക്. ഇതാ മറ്റേ ഇവന്റെ ഒരു പച്ചടി ഉണ്ട്. അതിന് മുക്കിട്ടുണ്ടല്ലോ.
മീൻ നോക്കണം മീൻ കിട്ടുള്ള കണ്ടല്ലേ ഇനി ഞാൻ അഭിപ്രായം പറയില്ല കാരണം തീറും. എങ്ങനെയുണ്ട് ഫസിക്ക്? ഫസിക്കേ നിന്ന് തിരക്കായോണ്ടാന്ന് ഒന്നും പറയാത്ത ഒരു കുത്തറ അങ്ങനെ ഒരു ഉണ്ടാ ഇതിങ്ങനെ എടുത്തിട്ടുണ്ടാ ഈ ഒരു പീസും പിടിച്ചതാ ഇതിൽ ഈ പപ്പായുടെ കുറച്ചും കൂടി ആക്കിയതാ കഴിഞ്ഞാ കുറച്ച് വെള്ളം തരോ? വെള്ളം തരില്ല, എല്ലാരും അടിക്കും തിരക്കിലാണ്. നേർച്ച ഒന്നും തിരിയുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ രാവിലെ ആ ദ്രൗഫേ കൃഷ്ണാട്ട കൂട്ടിക്കിട്ട് ചെമ്പലിനെ പിടിച്ചിട്ട് ബിരിയാണി ആക്കിയത്. അപ്പൊ കിട്ടാൻ തെറിക്കുന്ന ഷെഫ് ദിൽഷി. അപ്പൊ നല്ല തെറിക്കുന്ന വഴിയായിട്ട് വീണ്ടും കാണാലോ അല്ലേ? അതന്നെ. ഫസിക്ക് എന്താ പറയണ്ട? അവസാന നിമിഷത്തിൽ എന്താ പറയണ്ട? തിങ്കൾ തിങ്കൾ പറയും. Actually, I'm not really in a mood to talk. That is just because this is such a scrumptious, delicious biryani. It's so bloody yummy, and that is the reason, I don't want to talk. So, bye. Okay, TK guys. ആശു പറ. ഓക്കെ ടീക്കെ ആശു ഓക്കെ ടീക്കെ പറഞ്ഞേ ഓക്കെ തീർന്നു.